ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭഗവാനെ, എന്റെ മനസ്സിന്റെ വേദന എന്താണെന്ന് അങ്ങേക്കറിയാം. എത്ര ശ്രമിച്ചിട്ടും നവീനെ പറിച്ചെടുത്ത് കളയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ നവീൻ എന്റെ സ്വന്തമല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ ആകെ പ്രതിസന്ധിയില്ല. എന്റെ മനസ്സിൽ നിന്നും ഈ വേദന എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണം. എനിക്ക് എന്റെ അമ്മയോടൊപ്പം അമ്മയെ സന്തോഷിപ്പിച്ച് ജീവിക്കാനുള്ള കരുത്ത് തരണേ.
ആരോ മറന്നു വച്ചിട്ട് പോയതാന്ന് തോന്നുന്നു. ക്ഷേത്രത്തിലെ പ്രസാദമല്ലേ, തൊട്ടേക്കാം. ഹലോ. എന്റെ സാറേ, സാർ എന്നെ ഇങ്ങോട്ട് വരാത്തെ? എടോ, അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം. എടോ, ഞാനിപ്പോ ഒരു ക്ഷേത്രത്തിനടുത്താണ് നിൽക്കുന്നത്. അത് ശരി. ഓ, പോയി ഇപ്പൊ സാറായോ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ഭക്തൻ? എടോ, ഞാൻ പറയുന്നത് താനൊന്ന് കേൾക്ക്. ഞാൻ ഇവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടു. ആ കുട്ടിയുടെ മുഖം വ്യക്തമായിട്ട് കണ്ടില്ല, പക്ഷേ എനിക്കത് ഗാഥയെ പോലെ ഫീൽ ചെയ്തു. എന്തോന്ന്? അതേടോ മാണിക്കുഞ്ഞ്, ആ പെൺകുട്ടി ആയിരിക്കണം. വണ്ടിയുടെ ബോണറ്റിൽ പ്രസാദം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെടുത്ത് നെറ്റിയിലിട്ടപ്പോ എനിക്കെന്തോ വല്ലാത്തൊരു ആശ്വാസമൊക്കെ തോന്നി. ഗാഥ എന്റെ തൊട്ടടുത്തുള്ളതുപോലെ, എന്റെ നെറ്റിയില് ഗാഥ തന്നെ ചന്ദ്രൻ അണിയിച്ച പോലെ. പട്ടാ പകൽ ഇങ്ങനെ സ്വപ്നം കാണല്ലേ സാറേ? ആളുകൾ കരുതും സാറിന് പട്ടാന്ന്. എടോ, തനിക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? എന്റെ പോലും സാറേ, അതെങ്ങനെയാ ഗാഥമട ആവുന്നത്? ശരി, അത് ഗാഥമട ആണെന്ന് വെച്ചോ, പിന്നെന്തിനാ സാറിന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോകുന്നത്? ഇതെന്താ കുട്ടികളിയോ? സാറിന്റെ കുഴപ്പം എന്നാന്നറിയോ? ഈ പ്രണയം ഉള്ളിൽ തിങ്ങിയിട്ടേ കാണുന്ന രൂപം മൊത്തം ഗാഥമട ആണെന്ന് തോന്നും. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതല്ല മാണിക്കുഞ്ഞ്, ഇതെന്റെ കൂടെ ഇപ്പോഴുള്ള ഗാഥയല്ല, വേറൊരു കഥ. മനസ്സിലായി. നമ്മുടെ ഉദയമാവൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു പ്രയോഗം ഇല്ലേ? ഒരു ഗാഥയല്ല, 2 ഗാഥയുണ്ടെന്ന്. അതാണോ സാറേ? എടോ, തന്റെ അടുത്ത് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അല്ലാതെ മനുഷ്യൻ എന്തെങ്കിലും ഉത്തരം കിട്ടുന്ന ചോദ്യം ചോദിച്ചാ പോരെ സാറേ? സാറേ, ഗാഥമാട ഇപ്പൊ എവിടെ ഉണ്ടെന്ന് സാറിന് കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോ സംശയം ഉണ്ടെങ്കിലേ സാറൊന്ന് വിളിച്ചു ചോദിച്ചാ പോരേന്നേ.